സാധാരണ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താലും എയർക്രാഫ്റ്റ് കണ്ടിന്യൂ ചെയ്യും. ഇത് 2 എഞ്ചിനും സംഭവിക്കണം. അത് വളരെ റെയറായിട്ടുള്ള അബ്സല്യൂട്ട് റെയറായിട്ടുള്ള ഒരിതാണ്. പിന്നെ ബേർഡ് ഇഞ്ചക്ഷനാണ് വേറെ ഒരു ഇത് പറഞ്ഞത്. നമ്മളുടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ എയർഫീൽഡും വളരെ നിർഭാഗ്യമായിട്ട് ആ കോൺഫിഗറേഷൻ മീറ്റ് ചെയ്യുന്നില്ല. അതായത് എയർപോർട്ടിന് നേരെ വെളിയിൽ റെസ്റ്റോറൻറ്റ്സ്, റെസിഡൻഷ്യൽ കോംപ്ലക്സസ്, പിന്നെ കടകൾ, അങ്ങനെയുള്ള എല്ലാം വേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ബേർഡിൻ ഒരു നോർമൽ ഫിനോമിനയാണ് ഇന്ത്യൻ എയർഫീൽഡിന്. കുറേ 3-4 എയർഫീൽഡ് ഇന്ത്യയിലെ ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ള കൊച്ചി ഒരു പക്ഷേ ബെറ്ററാണ്. സേ ബാംഗ്ലൂർ, ഹൈദരാബാദ് അങ്ങനെയുള്ള പുതിയ എയർഫീൽഡ്സൊക്കെ കുറേ ബെറ്ററാണ്. ഇവിടെ അഹമ്മദാബാദിലൊരു ബേർഡ് മെനാൻസ് ഉള്ള ഒരു എയർഫീൽഡാണ്. അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അഹമ്മദാബാദിൽ വർക്ക് ചെയ്തിട്ടുള്ള ആ സമയത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ബേർഡ് നമ്മൾ പറയുന്നത് സാധാരണ പറയുന്ന പോലെ ചെറിയ പക്ഷികളായിരിക്കണം. ചെറിയ പക്ഷികളാക്കി ഇടിച്ചു കഴിഞ്ഞാൽ അറിയുക പോലും ഇല്ല. ഇതൊക്കെ വലിയ ബേർഡ്സ് ആയിരിക്കണം. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പക്ഷികൾ പോകണം. ഈ 2 കാര്യത്തിലും ബേർഡ് ഇഞ്ചക്ഷൻ ഉണ്ടായാലും സ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരുന്നാലും നോർമലി എയർക്രാഫ്റ്റ് എൻജിൻസ് എക്സോസ്റ്റിൽ ഫ്യൂംസ്, സ്മോക്ക്, ഫയർ ഇതൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ആ വിഷ്വൽസ് നമുക്ക് അവൈലബിൾ വിഷ്വൽസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ആ തിയറിയും കൺഫേം ചെയ്യാൻ സാധിക്കാത്ത ഒരു തിയറിയാണ്. പിന്നെ ഇപ്പോൾ ഇതെല്ലാം അസംഷൻസാണ്, അവൈലബിൾ ഡേറ്റ വെച്ചിട്ടുള്ള അസംഷൻസാണ്. അത് ഒരു കാര്യം ഉറപ്പാണ്, ആ ഓൾട്ടിറ്റ്യൂഡ് വെച്ച് എയർക്രാഫ്റ്റ് സ്റ്റാർട്ടഡ് ലൂസിങ് ഹൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റ് കുറഞ്ഞു, എയർക്രാഫ്റ്റിന് പൈലറ്റ് ത്രോട്ടിൽ മാക്സിമം അഡ്വാൻസ് ചെയ്യാൻ നോക്കുകയാണ്, മാക്സിമം ത്രസ്റ്റ് നോക്കി കാണും, കിട്ടുന്നില്ല. എയർക്രാഫ്റ്റ് ഡൗൺ ആയി, കോൺഫിഗറേഷൻ മോശമായിരിക്കാം, സ്പീഡ് 174 നോട്ട് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു സ്പീഡല്ല ടേക്ക് ഓഫ് സമയത്ത്. പക്ഷേ കുഡ് ഹാവ് ബീൻ ബെറ്റർ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് എയർക്രാഫ്റ്റ് ഇരുന്നത്. അത് നോസ് ഡൈവ് ചെയ്യുന്നത് കാണാം, പൈലറ്റ് അത് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അത് നമുക്ക് ആ വിഷ്വൽസിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. എയർക്രാഫ്റ്റ് വളരെ നിർഭാഗ്യകരമായിട്ട് ഒരുപാട് മനുഷ്യരുടെ ജീവിതം പോയി എന്നുള്ളൊരു ആണ്. ഒരു യാത്രക്കാരൻ മുൻപ് ഇതേ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരു യാത്രക്കാരൻ്റെ ഒരു ട്വീറ്റ് കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ എയർക്രാഫ്റ്റിനുണ്ട്, സുരക്ഷയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അയാൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താ തോന്നിയിരുന്നത്? ആ വീഡിയോ കണ്ടിരുന്നല്ലോ. ഒരു പാസഞ്ചർ, ഞാൻ ആ വീഡിയോ കണ്ടതാണ്. ഒരു പാസഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം എയർക്രാഫ്റ്റിൻ്റെ സേഫ്റ്റി ആ സൈഡിലേക്ക് ഒരു കമൻറ്റ് പറയാനുള്ള സ്കിൽ ലെവൽസ് വളരെ കുറവായിരിക്കും. അവർ വിഷ്വലായിട്ട് കാണുന്നതിനെ പറ്റിയാണ് അവർ കമൻറ്റ് ചെയ്യുന്നത്. ആ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത് പാസഞ്ചർ അമ്യൂണിറ്റീസാണ്. പാസഞ്ചർ അമ്യൂണിറ്റി, ഒരു TV സ്ക്രീന്, പിന്നെ റിമോട്ട്, അതിൻ്റെ റിമോട്ട് കൺട്രോള്, ക്രൂ കോള് എന്നൊക്കെ വരും. അപ്പോൾ ചില കാര്യങ്ങളാണ്. ഈ എയർക്രാഫ്റ്റ് ആ സെക്ടർ ഡൽഹി അഹമ്മദാബാദ് സെക്ടറിലാണ് അത് കാണിച്ചിരിക്കുന്നത്. ഡൽഹി അഹമ്മദാബാദ് സെക്ടറിൽ ചെന്ന് അഹമ്മദാബാദ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് എയർക്രാഫ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുകയാണ്.